വെൽക്കം ടു NCERT +1 and +2 ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നതിലെ സമ്മറിയിലെ പോയിന്റ്സ് ആണിത്. നോക്കൂ, ഡിസ്പ്ലേസ്മെന്റ് ഇൻ എ സൈനസോയ്ഡൽ വേവ് പ്രൊപ്പഗേറ്റിംഗ് ഇൻ ദ പോസിറ്റീവ് x direction is given by y of x t is equal to a sin kx minus omega t plus phi, where a is the amplitude of the wave, k is the angular wave number, omega is the angular frequency, kx minus omega t plus phi is the phase, and phi is the phase constant or phase angle. Wavelength lambda of progressive wave is the distance between two consecutive points of the same phase at a given time. In a stationary wave, it is twice the distance between the two consecutive nodes or antinodes. അത് നമ്മൾ ഇനി വരുമ്പോൾ പോകുന്ന സെക്ഷൻസിൽ ഡിസ്കസ് ചെയ്യും. Period T of oscillation of a wave is defined as the time any element of the medium takes to move through one complete oscillation. It is related to the angular frequency omega through the relation T is equal to 2 pi by omega. Okay, T is equal to 2 pi by omega. Frequency nu of a wave is defined as 1 by T and is related to angular frequency by nu is equal to omega by 2 pi. Okay, ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് സെക്ഷൻ ആയ ദാറ്റ് ഇസ് സെക്ഷൻ 15.4, ദാറ്റ് ഇസ് ദ നെക്സ്റ്റ് സെക്ഷൻ ആയ ദ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ് നോക്കാം. ദ സ്പീഡ് ഓഫ് എ ട്രാവലിംഗ് വേവ്. അപ്പൊ ട്രാവലിംഗ് വേവിന്റെ സ്പീഡ്, നമ്മൾ വേവ് കുറെ പെക്യുലാരിറ്റീസും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് സ്പീഡാണല്ലോ അറിയേണ്ട ഒരു കാര്യം. അപ്പൊ സ്പീഡ് നോക്കാം. അപ്പം എത്ര വേഗത്തിലാണ് നമ്മുടെ വേവ് മൂവ് ചെയ്യുന്നത്, ആ പ്രൊപ്പഗേഷന്റെ സ്പീഡ് എന്താണ് എന്ന് അറിയണമെങ്കിൽ, നമുക്ക് ആ സ്പീഡിനെ അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വേവിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മുടെ അറ്റൻഷൻ ഫിക്സ് ചെയ്യണം. അതിനെ വെച്ച് നോക്കി ഒരു വേവിന്റെ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ വെച്ച് ആ ടൈം പ്രോഗ്രസസ് ആ പോയിന്റിന് എന്ത് സംഭവിക്കുന്നു നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ മെയിൻലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു ഫേസ് വാല്യൂനെ നമ്മൾ വെച്ചിട്ടാണ് എങ്ങനെയാണ് സ്പീഡ് എന്ന് നോക്കാൻ പോകുന്നത്. ഓക്കെ, അത് ഏതെങ്കിലും ഒരു ഫേസ് പോയിന്റ് എടുത്തിട്ട് എങ്ങനെയാണ് ആ പോയിന്റ് സമയത്തിനനുസരിച്ച് മാറുന്നതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ അതിന്റെ സ്പീഡിനെ അളക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെ ആ ഒരു സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ അറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് സപ്പോസ് ഏതെങ്കിലും ഒരു ക്രസ്റ്റിൽ ഫിക്സ് ചെയ്യാം. ഓക്കെ, സപ്പോസ് ഏതെങ്കിലും ക്രസ്റ്റോ ട്രഫ് ഏതെങ്കിലും ഒരു ഫേസ് പോയിന്റ് എടുക്കണം. നമ്മൾ തൽക്കാലം ക്രസ്റ്റ് എടുക്കുന്നു ഏതെങ്കിലും ഒരു പോയിന്റിന്. എന്നിട്ട് അത് എങ്ങനെ സമയത്തിനനുസരിച്ച് മൂവ് ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു പിക്ചർ നോക്കുക. ഇവിടെ രണ്ട് ഹാർമോണിക് വേവ്സ് ആണ് തന്നിരിക്കുന്നത്. ഒരു ഹാർമോണിക് ടൈം ടിയിലെ ഹാർമോണിക് വേവും ആഫ്റ്റർ സം പർട്ടിക്കുലർ ടൈം, അതായത് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയത്തിന് ശേഷം, അത് ടിയുടെ കൂടെ ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയം ആഡ് ചെയ്തിരിക്കുന്ന കഴിയുമ്പോഴും ഈ വേവ് എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ വേവ് പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് ഇൻസ്റ്റന്റ് ഓഫ് ടൈമിലെ വേവ് ആണ് അത്. ഈ ടി എന്ന് പറയുന്ന സമയത്തില് വേവ് ഇങ്ങനെയായിരുന്നു. ഓക്കെ, ആ വേവ് ഇങ്ങനെയായിരുന്നു, അതിന് ഇങ്ങനെയാണ് കാണിച്ചിട്ടുണ്ട്. ഇനി ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയത്തിന് വേവ് നോക്കുമ്പോൾ ടി പ്ലസ് ഡെൽറ്റ ടി സമയത്ത് വേവ് ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതില് അങ്ങനെ രണ്ട് വേവ് ഇതിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ വേവിന് നമുക്ക് ഈ സ്പീഡ് അറിയണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മുടെ ലുക്ക് ഫിക്സ് ചെയ്യണം. നമ്മൾ ഒരു പർട്ടിക്കുലർ ക്രെസ്റ്റ് എടുത്തിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം ഈ ഇപ്പം ഫസ്റ്റ് വേവിന്റെ ഈ പോയിന്റ് ആണ്. ഫസ്റ്റ് വേവിന്റെ ടൈം ടിയില് ആ ഒരു സമയത്ത് വേവിന്റെ ഈ ഒരു ഭാഗം ഇവിടെയായിരുന്നു. ആഫ്റ്റർ ടി പ്ലസ് ഡെൽറ്റ ടി വേവ് ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലായി എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് ഷിഫ്റ്റ് ചെയ്തു അല്ലെ, ഒരു റൈറ്റ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. ഇവിടെ നമ്മുടെ ഫിഗറിൽ തന്നെ കാണിച്ചിട്ടുണ്ട്, ഒരു ക്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇതാ ഇവിടെ ടി എന്ന് പറയുന്ന സമയത്തിലെ ക്രസ്റ്റ് ആണിത്. ഇതെന്ന് പറയുന്നത് ടി എന്ന് പറയുന്ന ഫസ്റ്റ് വേവിന്റെ ക്രസ്റ്റ് ആണ്. ഈ ടി എന്ന് പറയുന്ന സമയത്തെ ക്രസ്റ്റ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇനി ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്ന സമയത്ത് ഒബ്സർവ് ചെയ്യുമ്പം ഈ പർട്ടിക്കുലർ ക്രസ്റ്റ് ഇവിടെ എത്തി നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ക്രസ്റ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. അത് എത്ര ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് മെഷർ ചെയ്യുന്നു. അത് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തു. അപ്പൊ ഇതിന്റെ എത്ര സമയത്തിനാണ് ഈ മൂവ്മെന്റ് നടന്നിരിക്കുന്നത്? അത് ഒരു വേവ് ടി പ്ലസ് ഡെൽറ്റ ടിയിലും മറ്റേ വേവ് ടിയിലും ഒബ്സർവ് ചെയ്തു. അപ്പം ആ ഡെൽറ്റ എക്സ് മൂവ്മെന്റ് നടന്ന സമയം കണ്ടുപിടിക്കാൻ ടി പ്ലസ് ഡെൽറ്റ ടി നമ്മൾ ടി കുറച്ച് കഴിയുമ്പോൾ, അത് ഡെൽറ്റ ടി എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ടൈമിലാണ് ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്പ്ലേസ്മെന്റ്
നടന്നിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പം അതാണ് ഈ ഒരു ഫിഗറിന്റെ അകത്ത് അതാണ് ഒരു ഹാർമോണിക് വേവിന്റെ പ്രോഗ്രഷൻ കാണിച്ചിരിക്കുകയാണ്. ടി എന്ന് പറഞ്ഞ സമയത്തും ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സമയത്തും എങ്ങനെയാണെന്നുള്ളത്. ഡെൽറ്റ ടി വളരെ ചെറിയൊരു ടൈം ഇന്റർവൽ ആണ്. അപ്പൊ എന്ത് പറ്റി, വേവ് പാറ്റേൺ റൈറ്റ് സൈഡിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പം ആ ക്രസ്റ്റ്, നമ്മളൊരു ക്രസ്റ്റ് ആണ്, നമ്മളൊരു ഫേസ് പോയിന്റ് എടുക്കണം, ക്രസ്റ്റ് എടുത്തു, ആ ക്രസ്റ്റ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് മൂവ് ചെയ്തിട്ടുണ്ട് ഡെൽറ്റ ടി ടൈമിൽ നമുക്ക് മനസ്സിലായി. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ഏത് ഫേസിലും, നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ക്രസ്റ്റ് ആണ് ഒബ്സർവ് ചെയ്ത്, ഏത് ഫേസ് പോയിന്റ് നമുക്ക് ഇതിനു വേണ്ടി ചൂസ് ചെയ്യാം. എന്നിട്ട് ആഫ്റ്റർ സം ടൈം എങ്ങനെയാണ് ആ ഫേസ് പോയിന്റ് വ്യത്യാസം എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഏത് ഫേസ് പോയിന്റ് നമുക്ക് ഇതിനു വേണ്ടി ചൂസ് ചെയ്യാൻ സാധിക്കും. അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ നമുക്കപ്പം സ്പീഡ് കണ്ടുപിടിക്കാൻ വേണ്ട ക്വാണ്ടിറ്റി എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. നമ്മുടെ സ്പീഡിന്റെ ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം എന്നുള്ളതാണല്ലോ. അപ്പൊ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, അപ്പം ആ എന്താണ് സ്പീഡ് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഏത് ഫേസ് പോയിന്റും എടുക്കാൻ സാധിക്കും. ഏത് ഫേസ് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, കാര്യം എപ്പോഴും വേവ് പാറ്റേൺ ഇങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കും. അതുകൊണ്ട് ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഇതേ സ്പീഡ് തന്നെ കിട്ടും, ഏതെടുത്തു കഴിഞ്ഞാലും. ഓക്കെ, സോ നമ്മുടെ സ്പീഡിനെ ഡിനോട്ട് ചെയ്യുന്നത് വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്ന ആ ഒരു ക്വാണ്ടിറ്റി നമുക്ക് അങ്ങനെ ഫേസ് പോയിന്റിന്റെ മോഷൻ വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പം നമ്മളുടെ ഈ ഒരു എന്താണ് ഈ ഫിക്സഡ് ഫേസ് പോയിന്റിന്റെ ആ മോഷൻ എന്ന് പറയുന്നത്, നമ്മുടെ വേവിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വേവിന്റെ ഇക്വേഷൻ എ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്നുള്ളതായിരുന്നു. അതിൻ്റെ അകത്ത് ഈ ഫേസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ബ്രാക്കറ്റിലെ ഈ സൈൻ്റെ ആർഗ്യുമെന്റ് ആണ്, കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ. അപ്പൊ ഫേസ് പോയിന്റ്സിന്റെ പ്രത്യേകത എന്താണ്, ആ ഫേസ് ഒരേ ഫേസിലുള്ളപ്പം സൈൻ്റെ ഫംഗ്ഷൻ സെയിം ആയിരിക്കും. അതായത് ഈ എൻ്റയർ ക്വാണ്ടിറ്റി കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ഫൈ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഒരേ ഫേസ് ഉള്ളിടത്ത് സെയിം ആയിരിക്കും. അഥവാ നമുക്ക് പറയാം, നമുക്ക് ഫൈ 0 ആക്കി കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് പറയാം, കെ എക്സ് മൈനസ് ഒമേഗ ടി ഷുഡ് ബി എ കോൺസ്റ്റന്റ്. നമ്മൾ ഫൈ 0 ആക്കി നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ സേ എന്താണ്, കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടിരിക്കണം ഒരേ ഫേസ് ഉള്ളിടത്ത്. കാര്യം സൈൻ ഫംഗ്ഷൻ സെയിം ആയിരിക്കണം. അപ്പം സമയം മാറുന്നതിനനുസരിച്ച് ഈ പൊസിഷൻ, ഈ എക്സ് എന്ന് പറയുന്ന ആ ഫേസ് പോയിന്റിന്റെ സമയം എങ്ങനെയാണോ മാറുന്നതനുസരിച്ച് ഈ പൊസിഷൻ എക്സ് എന്ന് പറയുന്ന ഫിക്സഡ് ഫേസ് പോയിന്റിന്റെ എക്സ് ചേഞ്ച് ചെയ്യണം, സച്ച് ദാറ്റ് ഈ ഒരു ടോട്ടൽ ക്വാണ്ടിറ്റി കോൺസ്റ്റന്റ് ആയിട്ട് ഇരിക്കണം. ഓക്കെ, കാര്യം സൈൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെയിം ആണ്. ദറ്റ് മീൻസ് എക്സ് ടിയിലും നമ്മളിപ്പോ ഇവിടെ കൺസിഡർ ചെയ്തത് നമ്മുടെ രണ്ട് ഫേസ് പോയിന്റ്സ് ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്തത്. അത് അറ്റ് ടൈം ടി പൊസിഷൻ എക്സും പിന്നെ ടി പ്ലസ് ഡെൽറ്റ ടിയിലുള്ള അതിന്റെ ആ ഒരു പൊസിഷൻ, അതെന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ. ഇങ്ങനെ ഇത് രണ്ടും ഒരേ ഫേസിലുള്ള പോയിന്റ്സ് ആണ്. അപ്പൊ ഈ രണ്ട് പോയിന്റ്സിലും എന്തായിരിക്കണം, സൈൻ ഫംഗ്ഷൻ സെയിം ആയിരിക്കണം, സെയിം ഫേസ് പോയിന്റ്സ് ആയിട്ട്. അതുകൊണ്ട് തന്നെ അവിടെ രണ്ടിന്റെ അകത്തും ഈ സൈൻ്റെ ബ്രാക്കറ്റിലുള്ള ഈ സംഭവം കോൺസ്റ്റന്റ്, ഒരേ വാല്യൂ റിട്ടേൺ ചെയ്യണം. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി എ കോൺസ്റ്റന്റ്. അതായത് നമുക്ക് ഇവിടെ കെ എക്സ് മൈനസ് ഒമേഗ ടിയും നമ്മളെടുത്ത നമ്മുടെ എക്സും ടിയും ഒരു ഫേസ് പോയിന്റ് ആണ്. അതുപോലെ തന്നെ എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ടി പ്ലസ് ഡെൽറ്റ ടിയും വേറൊരു ഫേസ് പോയിന്റ് ആണ്. ദാറ്റ് മീൻസ് കെ എക്സ് മൈനസ് ഒമേഗ ടിയും എക്സിന് പകരം എക്സ് പ്ലസ് ഡെൽറ്റ എക്സും ടിക്ക് പകരം ടി പ്ലസ് ഡെൽറ്റ ടി ഇട്ട് കഴിഞ്ഞാലും ഇത് രണ്ടും സെയിം ആയിരിക്കണം. ഇറ്റ് ഷുഡ് ബി സെയിം, ബിക്കോസ് സൈൻ്റെ ബ്രാക്കറ്റിലുള്ള ആൾക്കാരാണ് ഇവരൊക്കെ, അത് സെയിം ആയേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇത് നോക്കിക്കേ, കെ എക്സ് മൈനസ് ഒമേഗ ടി ഇസ് ഈക്വൽ ടു, ഇത് നമുക്ക് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, കെ എക്സ് പ്ലസ് കെ ഡെൽറ്റ എക്സ് മൈനസ് ഒമേഗ ടി മൈനസ് ഒമേഗ ഡെൽറ്റ ടി. ഞാൻ ഈ കെ എക്സിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇതും കൂടി ക്യാൻസൽ ആയി പോകും. അതുപോലെ തന്നെ ഈ ഒമേഗ ടിയും ഈ മൈനസ് ഒമേഗ ടി ഇപ്പുറത്തേക്ക് കൊണ്ട് പ്ലസ് ഒമേഗ ടി ആയിട്ട് അതും 0 ആയി പോകും. അപ്പൊ മിച്ചം പിന്നെ ഇതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്നത് എന്താ, കെ ഡെൽറ്റ എക്സ് മൈനസ് ഒമേഗ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു 0 എന്നാണ് പിന്നെ നമുക്കൊരു ഇക്വേഷൻ കിട്ടുന്നത്. അപ്പം നമ്മളൊരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് കണക്കാക്കുകയെന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ഡെൽറ്റ എക്സ് ആണെങ്കിൽ. അപ്പം ഒരു ചെറിയ സമയത്തിനുള്ളിലല്ലേ ചെറിയ ഡിസ്പ്ലേസ്മെന്റ് വരിക. അത് ഡെൽറ്റ എക്സും ഡെൽറ്റ ടിയും വളരെ ഇൻഫിനിറ്റ്സ്മലി ചെറുതായിട്ടുള്ളൊരു ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക്
ഡിഫറൻസിയേഷൻ ഇവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. സി ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം ഇൻഫിനിറ്റ്സിമലി സ്മോൾ ആയിട്ടുള്ളൊരു ചേഞ്ച് ആണെങ്കിൽ ഈ ഡെൽറ്റയെ നമുക്ക് ഡിഫറൻസിയേഷൻ ആയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഇവിടെ നമുക്ക് ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ എന്ന് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി നമ്മൾ ഈ സ്ലൈഡ് നമ്മൾ ഓൾറെഡി കണ്ടാണ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റി ആണ്. ആസ് ഓൾവേസ് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് നമ്മുടെ വെലോസിറ്റി ആണ്. സോ ഒമേഗ ബൈ കെ ഈസ് ഈക്വൽ ടു വെലോസിറ്റി. സോ ഇനി നോക്കിക്കേ, സോ ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ കെ ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ഇനി ഒമേഗയ്ക്ക് ടൈമിന്റെ റിലേഷൻഷിപ്പ് നമുക്ക് കൊടുക്കാം. അത് ടി ഈസ് ഈക്വൽ ടു 2π ബൈ ഒമേഗ ആണല്ലോ. അപ്പൊ അതിൻ്റെ നമുക്ക് ഒമേഗ എങ്ങനെ എഴുതാൻ പറ്റും, 2π ബൈ ടി എന്ന് എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ കെയും ലാംഡയും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ലാംഡ ഇസ് ഈക്വൽ ടു 2π ബൈ കെ. അപ്പൊ നമുക്ക് ഈ കെക്ക് പകരം ഈ 2π ബൈ ലാംഡ എന്നും എഴുതാൻ സാധിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 2π 2π ഒക്കെ ക്യാൻസൽ ആയിട്ട് നമുക്ക് മറ്റൊരു ടേം കിട്ടും. സോ വി വിൽ സീ ദാറ്റ് ഈസ് നമ്മളുടെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് ഒമേഗ ബൈ കെ. അപ്പൊ ഒമേഗയെ റീപ്ലേസ് ചെയ്യാൻ 2π ബൈ ടിയും ഈ കെയെ റീപ്ലേസ് ചെയ്യാൻ 2π ബൈ ലാംഡയും എടുക്കുന്നു. സോ 2π ബൈ ടി ഇൻറ്റു ഇത് മുകളിലേക്കുമ്പോൾ ലാംഡ ബൈ 2π. സോ 2π 2π ക്യാൻസൽ ആയി ഇവിടെ ലാംഡ ബൈ ടി എന്ന് വരും. ഓക്കെ, ലാംഡ ബൈ ടി. സോ നമുക്ക് വിക്ക് പകരം എന്തെടുക്കാൻ പറ്റും, വി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ടി. അപ്പൊ നമുക്കറിയാം ഓൾറെഡി നമ്മൾ 1/t എന്ന് പറയുന്നത് ഫ്രീക്വൻസി ആണ്, ന്യൂ ആണ്. സോ ദിസ് കുഡ് ബി റീപ്ലേസ്ഡ് ബൈ ന്യൂ ലാംഡ. സോ ഇങ്ങനെയും ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പം നമുക്കിവിടെ കിട്ടിയ റിലേഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ജനറൽ റിലേഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമുക്ക് കിട്ടിയ റിലേഷൻ എന്ന് പറയുന്നത് പ്രോഗ്രസീവ് വേവിന്റെ ഒരു ജനറൽ റിലേഷൻ ആണ്. പ്രോഗ്രസീവ് വേവിന് ജനറൽ ആയിട്ട് വരുന്ന ഒരു പ്രോഗ്രസീവ് വേവിന്റെ ഒരു ജനറൽ റിലേഷൻ ആണ് നമുക്ക് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ വി ഇസ് ഈക്വൽ ടു ലാംഡ ബൈ ടി നമ്മൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം, അത് ഈ ടി എന്ന് പറയുന്ന ഒരു 1 ഫുൾ ഓസിലേഷന് വേണ്ട സമയമാണ്. അപ്പം ഒരു 1 ഫുൾ ഓസിലേഷന് വേണ്ടിയ അത്രയും 1 ഫുൾ ഓസിലേഷന്റെ എത്രയാണോ സമയം എന്ന് പറയുന്നത്, അതൊരു ആ മീഡിയത്തിന്റെ ഒരു കോൺസ്റ്റുവന്റ് ഒരു ഫുൾ ഓസിലേഷൻ എടുക്കുന്ന ആ സമയത്ത് വേവ് പാറ്റേൺ എന്താണ്, ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നത്, അത് ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്തിന്റെ അത്രയും ഡിസ്റ്റൻസ് ആ വേവ് പാറ്റേൺ ട്രാവൽ ചെയ്തിരിക്കും. അപ്പൊ ഇതാണ് ഇതിൻ്റെ അത് നമുക്ക് മനസ്സിലാകുന്ന കാര്യം. ഓക്കെ, ആൻഡ് പിന്നെ നോക്കുക, ഒരു മെക്കാനിക്കൽ വേവിന്റെ സ്പീഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, സ്പീഡ് ഓഫ് മെക്കാനിക്കൽ വേവ് എന്ന് പറയുന്നത്, മെക്കാനിക്കൽ വേവിന്റെ സ്പീഡ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സിൽ എന്താണ്, ഇനേർഷ്യൽ ഫാക്ടറും ഇതിന്റെ ഇനേർഷ്യൽ ആയിട്ടുള്ള ഇനേർഷ്യൽ പ്രോപ്പർട്ടീസിനെയും ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടിയെയും സ്പീഡ് ഓഫ് മെക്കാനിക്കൽ വേവിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഇനേർഷ്യൽ പ്രോപ്പർട്ടിയും ഇലാസ്റ്റിക് പ്രോപ്പർട്ടീസും രണ്ടിനും ഡിപ്പെൻഡ് ചെയ്യും. ഇനേർഷ്യൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ ഇപ്പൊ സ്ട്രിങ് ആണെങ്കിൽ അതിന്റെ ലീനിയർ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി അങ്ങനത്തെ കാര്യങ്ങൾ. ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ അതിന്റെ യങ്സ് മോഡുലസോ ഷിയർ മോഡുലസോ ബൾക്ക് മോഡുലസോ അതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പം ആ മീഡിയത്തിന്റെ അത് ഏത് മീഡിയം ആണോ അതിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി എന്താണ്, മീഡിയത്തിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഇനേർഷ്യൽ പ്രോപ്പർട്ടി ഒക്കെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ മീഡിയം ആണ് സ്പീഡിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് വി ഇസ് ഈക്വൽ ടു ന്യൂ ലാംഡ എന്നാണല്ലോ. അപ്പോഴത്തേക്കും ഇതിനെ എങ്ങനെയാണത് ഇതിന്റെ അകത്ത് നമുക്ക് വേവ് ലെങ്തും ഫ്രീക്വൻസിയും സ്പീഡിനെ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യുന്നു എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ഇതിൽ നിന്ന് അസസ് ചെയ്യാൻ സാധിക്കും. അപ്പം ഈ മീഡിയത്തിന് ട്രാൻസ്വേഴ്സ് വേവ്സിനെയും അതുപോലെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിനെയും സപ്പോർട്ട് ചെയ്യാം. ഒരേ മീഡിയത്തിലൂടെ അത് ട്രാവൽ ചെയ്യുമ്പോൾ അതിന് രണ്ടും ഡിഫറെന്റ് സ്പീഡിലായിരിക്കും അത് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ചാപ്റ്ററിന്റെ ഇനി നമ്മൾ കാണാൻ പോകുന്ന ട്രാൻസ്വേഴ്സ് വേവിന്റെയും ലോഞ്ചിറ്റ്യൂഡിനൽ വേവിന്റെയും സ്പീഡാണ് ഇനി കാണാൻ പോകുന്നത്. ഇനി അത് മാത്രമല്ലാതെ നമ്മൾ ഈ ചാപ്റ്ററിന്റെ തന്നെ അവസാന ഭാഗമൊക്കെ ആകുമ്പോൾ നമ്മൾ സർട്ടൻ മീഡിയത്തിലുള്ള മെക്കാനിക്കൽ വേവിന്റെ സ്പീഡിന്റെ സ്പെസിഫിക് എക്സ്പ്രഷൻസും നമ്മൾ കാണും. ഓക്കെ,